ഹായ് ഹലോ നമസ്കാരം. തടി കുറയ്ക്കാൻ ഡയറ്റ് മാത്രം പോരാ, നല്ല പോഷകഗുണമുള്ള ബദാം, ഈന്തപ്പഴം ഇങ്ങനെയുള്ളതെല്ലാം വേണം. അപ്പോൾ ഇതെല്ലാം അടങ്ങിയ റാഗി കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് റാഗിപ്പൊടി എടുക്കുക. നമ്മളിതാ ഇങ്ങനെ റാഗിയുടെ പൊടി തന്നെ എടുക്കുന്നത്. അപ്പോൾ തവിടൊന്നും പോവാതെ ഇങ്ങനെ തന്നെ എടുക്കുക. റാഗി കഴുകി വൃത്തിയാക്കി ഉണങ്ങി മിക്സിയുടെ ജാറിൽ തന്നെ പൊടിച്ചെടുത്തതാട്ടോ ഈ റാഗിപ്പൊടി. കുറേ നാളിങ്ങനെ സൂക്ഷിച്ച് നമുക്ക് വെക്കാൻ പറ്റും. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് ചെറു തീയിൽ വെച്ച് ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ. ഈ തവിടോട് കൂടിയ റാഗി ആകുമ്പോൾ ശരീരത്തിന് വളരെ നല്ലതും കോൺസ്റ്റിപ്പേഷനൊന്നും തടയാനും എല്ലാം സഹായിക്കും. തവിടുള്ള റാഗിക്ക് നൈസാമിക് ഇൻഡെക്സ് കുറവാണ്. ഇത് ഷുഗർ ലെവലൊക്കെ കുറയ്ക്കാനും ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ കുറുകി വരും. പെട്ടെന്ന് തന്നെ അടി പിടിക്കാതെ ചെറു തീ തന്നെ വെച്ച് ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ടിതാ ഇതിപ്പം നല്ല കണക്ക് പരുവായിട്ടുണ്ട്. തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. നല്ലപോലെ തണുപ്പ് പോയിട്ട് മിക്സിയുടെ ജാറിലോ ജ്യൂസറിലോ എന്തിലേലും അടിച്ചെടുക്കാൻ പാടുള്ളൂ. ഇതാണ് ചിയാ സീഡ്. ചിയാ സീഡിൻ്റെ ഗുണം ഒരുപാടാണ്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതും ആ റാഗി തണുക്കുന്ന സമയത്ത് നമുക്ക് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ച് സമയം കൊണ്ട് തന്നെ ചിയാ സീഡ് നല്ലപോലെ കുതിർന്ന് കിട്ടും കേട്ടോ. അതിനുശേഷം ബദാമാണ്. ഇത് തലേന്ന് നമ്മൾ വെള്ളം ഒഴിച്ച് കുതിരാനിടുന്നത് ഏറ്റവും നല്ലത്. അപ്പം ഈ തോല് കളഞ്ഞ് പെട്ടെന്ന് നമുക്ക് ബദാമിൻ്റെ പുറത്തെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് തലേന്നിട്ട് കിടന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല കുതിർന്ന് കിട്ടും. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇളക്കുമ്പോഴത്തേക്കും ഈ തോല് അടർന്നങ്ങ് പോകും കേട്ടോ. ബദാമൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ക്ഷീണം ഒട്ടും ഇല്ലാതെ തന്നെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ റോബസ്റ്റ് പഴമാണ് എടുത്തേക്കുന്നത്. അനാറും എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഞാനിപ്പോൾ അനാറും റോബസ്റ്റ് പഴവും എടുത്തേക്കുന്നത്. അനാറാണെങ്കിലും കുറച്ച് മതി. ഇതിങ്ങനെ തൊലി കളഞ്ഞ് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെള്ളമയം ഇല്ലാതെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 ദിവസം സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ തടി കൂട്ടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഏത്തപ്പഴം, ഇതുപോലൊരു ഏത്തപ്പഴം ചേർക്കുകയാണെങ്കിൽ അത് നല്ല ഉത്തമമാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറ് കഴുകി വൃത്തിയാക്കി എടുക്കുക. ജ്യൂസറിൻ്റെ ജാറോ എന്ത് വേണേലും എടുക്കാം. അപ്പോഴത്തേക്ക് ഇതെല്ലാം റെഡി ആക്കിയപ്പോഴത്തേക്കും നമ്മുടെ റാഗി നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ റാഗി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തൊലി കളഞ്ഞ റോബസ്റ്റ് പഴവും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിതിപ്പോൾ ഒരാൾക്ക് വേണ്ടിയുള്ളതാട്ടോ ഉണ്ടാക്കുന്നത്. 2 പേർക്കുള്ളതാണെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ ഇരട്ടിയാക്കണം. ഇത് കറക്റ്റ് ഒരാൾക്ക് ഫുൾ ഫില്ലാണ്. പിന്നെ മധുരത്തിന് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈന്തപ്പഴമാണ്. അതും മധുരം എത്ര വേണോ അതനുസരിച്ചെടുക്കാം. ഒരു 4 എണ്ണം കറക്റ്റാണ്. അപ്പോൾ 4 ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒപ്പം ബദാം തൊലി കളഞ്ഞതും കൂടെ ഇട്ട് ഇനി ഇതെല്ലാം കൂടെയാണ് നമ്മൾ മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ചെടുക്കുന്നത്. അപ്പോൾ അരച്ചെടുക്കാനാണെങ്കിലും വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തവിടുള്ള റാഗി ആയതുകൊണ്ട് നല്ലപോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ല് തന്നെയാണ് കേട്ടോ. നമുക്ക് കഴിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. അതിനുശേഷം ഗ്ലാസ് എടുത്ത് ചിയാ സീഡ് നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും. ചിയാ സീഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന റാഗിയും കൂടെ ഒഴിച്ചു കൊടുത്താൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് കഴിക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. കുറേ ടൈം നേരത്തേക്ക് നമുക്കിത് വിശക്കേ ഇല്ല. ഇത് ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഇത് അനാറൊക്കെ നല്ലപോലെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചൂസ് ചെയ്യുക കേട്ടോ, ഒരു കുഴപ്പമില്ല. അനാറിൻ്റെ ഗുണമൊന്നും പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഏത് വേണേലും ചൂസ് ചെയ്യുക. എന്നിട്ടങ്ങ് കുടിച്ചാൽ മതി. നല്ല ഫില്ലിംഗ് ആണ്. അപ്പം ഞാൻ ഒരുപാട് വേറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ സീ.